ഗുഡ് മോർണിംഗ്. നമ്മൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്നുള്ള ടോപ്പിക്കാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് റിലീസ് ചെയ്യുന്നതിന് മുന്നേ കമ്പൽസറി ആയിട്ട് എല്ലാ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഫേംസും ചെയ്യുന്ന ഒരു സീരീസ് ഓഫ് പ്രോസസ്സിനെയാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. നോർമലി നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിൽ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്നുള്ള പ്രോസസ്സിനെ നമ്മൾ യൂണിറ്റ് ടെസ്റ്റിംഗ്, ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ്, ഇംപ്ലിമെൻറ്റേഷന് മുന്നേയുള്ള ടെസ്റ്റിംഗ്, അങ്ങനെ പലതരത്തിലുള്ള ടെസ്റ്റിംഗ് പ്രോസസ്സുകൾ നടത്താറുണ്ട്. ആ ടെസ്റ്റിംഗ് പ്രോസസ്സുകളിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് അതിൻ്റെ എവിടെയെങ്കിലും എറേഴ്സ് ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയും ആ എറേഴ്സിനെ കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് പാർട്ട് ഓഫ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളാണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മളുടെ ക്വാളിറ്റിയും റിലയബിലിറ്റിയും എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ആക്ച്വലി സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്നുള്ള പ്രോസസ്സിൽ നമ്മൾ ചെയ്യുന്നത് ടെസ്റ്റിങ്ങിൽ നമ്മൾ എറേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ ഐഡൻറ്റിഫൈ ചെയ്ത എറേഴ്സിനെ നമ്മളുടെ പ്രൊഡക്ഷൻ ടീമിന്, അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന ടീമിന് കോഡിംഗ് സെക്ഷനിലേക്ക് കൊടുക്കുകയും അവരാണ് അതിൻ്റെ എറേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റിൽ എവിടെയെങ്കിലും അൺഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള എറേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ കണ്ടെത്തുക. അതായത് ഈ പ്രോഡക്റ്റിൽ എവിടെയെങ്കിലും കുറ്റമുണ്ടെന്നുണ്ടെങ്കിൽ ആ കുറ്റങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു കാഴ്ചപ്പാടിലാണ് ഈ പ്രോഡക്റ്റിനെ എവാലുവേറ്റ് ചെയ്യുന്നത്. നോർമലി ഈ എവാലുവേഷന് സോഫ്റ്റ്വെയർ ടൂൾസ് അവൈലബിൾ ആണ്. ആ ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗോൾസ് ഓഫ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ആണ്. സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിന് ഗോൾസിനെ നമുക്ക് 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം: ഇമ്മീഡിയറ്റ് ഗോൾസ്, ലോങ് ടേം ഗോൾസ്, പോസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഗോൾസ്. അതിൽ ഇമ്മീഡിയറ്റ് ഗോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ബഗ് ഡിസ്കവറി, ബഗ് പ്രിവെൻഷൻ. ഈ ബഗ് ഡിസ്കവറി, ബഗ് പ്രിവെൻഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് നമ്മുടെ ഈ ഡെവലപ്മെൻറ്റ് തുടങ്ങി, അതായത് കോഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനോടൊപ്പം തന്നെ പാരലലായിട്ട് റൺ ചെയ്യുന്ന ഒരു പ്രോസസ്സ് പോലെയാണ് ഇവിടെ. അപ്പം എത്ര ഇയർലി നമുക്ക് ബഗിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ അത്രയും അതിൻ്റെ റിമൂവൽ കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ ബഗ് കൊണ്ടുള്ള ആഫ്റ്റർ എഫക്ട്സ് നമ്മൾക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ബഗ് പ്രിവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മൾ സാധാരണ പറയുന്നത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് പോലെ ഇവിടെയും ബഗ്സിൻ്റെ പ്രിവെൻഷനാണ്. അതായത് ബഗ്ഗുകൾ ഉണ്ടാകാനുള്ള ചാൻസസിനെ അവോയ്ഡ് ചെയ്യുക. അപ്പം ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ബഗ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ പ്രീവിയസ് എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് ഈ ഒരു ഭാഗത്തെ എറേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട്, അങ്ങനെയുള്ളവരെ കറക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ അത് വരാനുള്ള സാധ്യതയെ നള്ളിഫൈ ചെയ്യുക എന്നുള്ളതാണ് ബഗ് പ്രിവെൻഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ലോങ് ടേം ഗോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് റിലയബിലിറ്റി, ക്വാളിറ്റി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, റിസ്ക് മാനേജ്മെൻറ്റ്. ഈ 4 ഫാക്ടേഴ്സാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൻ്റെ ലോങ് ടേം ഗോൾസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, നമ്മുടെ ഒരു സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ റിലീസ് ചെയ്യാൻ പോകുന്ന സോഫ്റ്റ്വെയർ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയെ എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ ഈ ഫോമിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ എറേഴ്സ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത് അപ് ടു ദ സ്റ്റാൻഡേർഡ് ആയിരിക്കും, മോഡേൺ ടെക്നോളജീസ് ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ടാവും, നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയിരിക്കും. അങ്ങനെയുള്ളൊരു വിശ്വാസം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതാണ് നമ്മളിവിടെ റിലയബിലിറ്റി, ക്വാളിറ്റി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, റിസ്ക് മാനേജ്മെൻറ്റ് എന്ന പോയിന്റുകളുടെ ഉദ്ദേശിക്കുന്നത്. ഓരോന്നും 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ക്വാളിറ്റി. The software testing ensures product quality, which is the primary need of users. Reliability is the major factor to achieve quality. Reliability is a matter of confidence that the product will not fail. Quality also depends on the various factors like correctness, integrity, efficiency, etc. Confidence in reliability increases quality as shown in figure below. ഇതാണ് നമ്മുടെ ഒരു ലോങ് ടേം ഗോളിൽ റിലയബിലിറ്റിയും ക്വാളിറ്റിയും റെഫർ ചെയ്തുകൊണ്ട് ഉള്ളൊരു റെപ്രസെൻറ്റേഷൻ. അതായത് നമ്മളൊരു പ്രോപ്പറായിട്ടൊരു സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് നടത്തി കഴിഞ്ഞാൽ ദാറ്റ് ഇൻ ടേൺസ് ഓഫേഴ്സ് എ റിലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോഡിൻ്റെ ഒരു ഏരിയയിലും ഒരു തരത്തിലുള്ള മിസ്റ്റേക്സും ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക.
അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ആ ഒരു നമ്മൾക്കും ഒരു ആത്മവിശ്വാസം, അതായത് റിലീസിങ് ടീമിനും ഒരു ആത്മവിശ്വാസം ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു ഭാഗത്തും ഒരു എററും ഇല്ല. എല്ലാ എറേഴ്സിനെയും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ആ ഐഡൻറ്റിഫൈ ചെയ്ത എറേഴ്സിനെല്ലാം കോഡിംഗ് ടീം വീണ്ടും റിവ്യൂ ചെയ്യുകയും അത് റെക്ടിഫൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വിശ്വാസയോഗ്യമാണ്. അതുപോലെ ഇപ്പം ഒരു പ്രോഡക്റ്റ് വിശ്വാസയോഗ്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഓട്ടോമാറ്റിക്കലി ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയാണ് കാണിക്കുന്നത്. അതാണ് ഈ ഫിഗർ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഇലക്ട്രോണിക് പ്രോഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ നമ്മൾ കുറച്ച് കമ്പനികൾ നമ്മളുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന കുറേ കമ്പനികളുണ്ട്. ആ കമ്പനികളുടെ പേര് നമ്മുടെ മനസ്സിൽ വരുന്നതിൻ്റെ കാരണം എന്താണ്? അവർ ഓട്ടോമാറ്റിക്കലി അവരുടെ ഒരു പ്രോഡക്റ്റിന് ഒരു ഇത്രയും സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കും. അപ്പം ആ അത്രയും സ്റ്റാൻഡേർഡുള്ള ഒരു പ്രോഡക്റ്റ് ആണെന്ന് നമുക്കൊരു വിശ്വാസയോഗ്യമാണ് എന്നുള്ളൊരു തോന്നലുണ്ടാവും. എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആ ഒരു രീതിയിൽ അതിനെ കാണുന്നത്. അതുതന്നെയാണ് ഇവിടെ ഈ റിലയബിലിറ്റി, ക്വാളിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The next one is customer satisfaction. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി കസ്റ്റമർക്ക് സാറ്റിസ്ഫാക്ഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അവരുടെ റിക്വയർമെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഒരു കസ്റ്റമറിൽ ആ പ്രോഡക്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യം, അത് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് സാറ്റിസ്ഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അപ്പം ഇവരുടെ ആവശ്യങ്ങളെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഈ റിക്വയർമെൻറ്റ്സിലെല്ലാം നമ്മളൊരു ഡോക്യുമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ SRS ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. അപ്പം ആ SRS ഡോക്യുമെൻറ്റിൻ്റെ ബേസിസിൽ അതിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്നതും ഇനി സ്പെസിഫൈ ചെയ്യാത്തതുമായ കസ്റ്റമറുടെ എല്ലാ റിക്വയർമെൻറ്റ്സിനെയും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ ദ ടെസ്റ്റിംഗ് മസ്റ്റ് ബി കംപ്ലീറ്റ് എന്ന് പറയാം. അതായത് അപ്പം നമ്മുടെ ഒരു കസ്റ്റമറിൻ്റെ എല്ലാ റിക്വയർമെൻറ്റ്സും അവരെന്താണോ ആഗ്രഹിക്കുന്നത് അതേ രീതിയിൽ തന്നെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കസ്റ്റമർക്ക് ഓട്ടോമാറ്റിക്കലി സാറ്റിസ്ഫാക്ഷൻ വരും. ദാറ്റ് ഇൻ ടേൺസ് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയും എൻഷുർ ചെയ്യുന്നുണ്ട്. ദ കംപ്ലീറ്റ് ടെസ്റ്റിംഗ് പ്രോസസ് അച്ചീവ്സ് reliability enhances the quality and quality in turns increases customer satisfaction as shown in below. ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് നമ്മൾ ഓൾറെഡി കണ്ടുപോയ ആ ഒരു റെപ്രസെൻറ്റേഷനിൽ അഡീഷണലായിട്ട് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളൊരു ബോക്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. അതായത് നമ്മുടെ ഒരു പ്രോഡക്റ്റ് റിലയബിൾ ആണെങ്കിൽ ദാറ്റ് എൻഷുവേഴ്സ് ക്വാളിറ്റി. ഇഫ് എ പ്രോഡക്റ്റ് ഈസ് ഓഫേഴ്സ് ക്വാളിറ്റി അത് that provides customer satisfaction. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് വൺ ഈസ് റിസ്ക് മാനേജ്മെൻറ്റ്. റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന അൺഡിസയറബിൾ ഈവൻസിനെയാണ് നമ്മൾ റിസ്ക് എന്ന് പറയുന്നത്. കുറേ റിസ്ക്കുകളെ നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് കൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും, കുറച്ച് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്നതാണ്. പക്ഷേ നമ്മൾക്ക് ഒരു പ്ലാൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിസ്ക്കുകൾ വരുന്നതിനെ നമുക്ക് മാനേജ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പം റിസ്ക് ഇസ് ദ പ്രോബബിലിറ്റി that undesirable events will occur in a system which will prevent the organization from successfully implementing their business. Software testing may act as a control which can help in eliminating or minimizing risk as shown in figure. അതായത് നമുക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രോഡക്റ്റിൻ്റെ നുക്ക് ആൻഡ് കോർണേഴ്സും നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിടത്തും അതിലൊരു മിസ്റ്റേക്സ് ഇല്ല എന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റുമെങ്കിൽ ദാറ്റ് ഇൻ ടേൺസ് റിസ്ക് എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഈ ഫിഗർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ അഡീഷണൽ ആയിട്ട് ഒരു ബോക്സും കൂടെ ആഡ് ചെയ്തിരിക്കും. അപ്പോൾ നോർമലി റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ആ ബോക്സിൽ കാണിച്ചിരിക്കുന്നത്. അത് നോർമലി കോസ്റ്റ്, അതായത് എക്സ്പെക്റ്റഡ് കോസ്റ്റിനേക്കാൾ നമ്മളുടെ കോസ്റ്റ് എക്സീഡ് ചെയ്യുന്നു. അപ്പം അതൊരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം റിസ്ക്കാണ്. അതായത് ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുന്നത് ദാറ്റ് ഓട്ടോമാറ്റിക്കലി ആ ഫേമിൻ്റെ ബഡ്ജറ്റിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ നമ്മളുടെ നമ്മളൊരു എക്സ്പെക്റ്റഡ് ടൈമിൽ അല്ലെങ്കിൽ ഒരു പ്രീഫിക്സ്ഡ് ടൈം ഉണ്ടാവും ഈ പ്രോഡക്റ്റ് റിലീസിന്. ആ ടൈം ബൗണ്ടായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിലീസ് നീണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി കസ്റ്റമർ അൺസാറ്റിസ്ഫൈഡ് ആകും. കസ്റ്റമറുടെ നമ്മളോടുള്ള ഒരു വിശ്വാസ്യത അത് നഷ്ടപ്പെടും. ഒരു സമയത്ത് ചെയ്തു തരില്ല, ആ ഒരു രീതിയിലേക്ക് വരും. അപ്പം അതൊന്നും ഉണ്ടാവാതെ നോക്കാൻ പറ്റും. ദെൻ റിസോഴ്സസ്
റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ തരത്തിലുള്ള ഈ പ്രോഡക്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ ആവശ്യമായ എല്ലാ റിസോഴ്സസിനെയും, അതായത് ഹ്യൂമൻ ആസ് വെൽ എസ് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, എല്ലാ റിസോഴ്സസും നമുക്ക് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ ഒരു പ്ലാനിങ് വേണ്ടി വരും. അതിലേതെങ്കിലും ഒരു അൺഅവൈലബിൾ ആവുകയോ അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു എമർജൻസി വേറൊരു റിസോഴ്സിൻ്റെ ആവശ്യമായിട്ട് വരികയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ പ്ലാനെല്ലാം കംപ്ലീറ്റ് ആയിട്ട് തെറ്റും. അപ്പം അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പ്രോപ്പർ പ്ലാനിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ the testers has to evaluate business risks such as cost, time, resources and other critical features of the system being developed and make these risks as the basis for testing choices. The testers can categorize risk as high risk, moderate risk or low risk and consider this analysis as a basis for testing activities. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഓൾറെഡി നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റ്, പ്രോഡക്റ്റ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിൽ നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റ് എന്നുള്ളൊരു ഫാക്ടറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതാണ്. ആ റിസ്ക് മാനേജ്മെൻറ്റിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ലോ റിസ്ക്, മോഡറേറ്റ് റിസ്ക്, ഹൈ റിസ്ക് എന്ന രീതിയിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത റിസ്കിനെ കാറ്റഗറൈസ് ചെയ്യും. അങ്ങനെ ഈ കാറ്റഗറൈസ് ചെയ്തിട്ട് ഹൈ റിസ്ക് ഏരിയയിലുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. കാരണം ഏറ്റവും കൂടുതൽ ആ പ്രോഡക്റ്റിനെ അഫക്റ്റ് ചെയ്യുന്ന റിസ്ക് ഫാക്ടേഴ്സിനെയാണ് നമ്മൾ ഹൈ റിസ്ക് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ടെസ്റ്റിംഗ് ടീം ഈ ഒരു ഏരിയയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ പറ്റും കുറച്ചുകൂടി. അപ്പം ആ ഒരു രീതിയിലുള്ള ഒരു ടെസ്റ്റിംഗ് സ്ട്രാറ്റജി ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്നത്. Then next one is post implementation goals. These goals are important after the product is released. Reduced maintenance cost. Maintenance cost of a software product is its failure due to the errors. അതായത് നമ്മൾ ഒരു പ്രോഡക്റ്റ് റിലീസ് ചെയ്തു, ഒരു കസ്റ്റമർ അത് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ എന്തെങ്കിലും എറേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുകയോ അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ ഏതെങ്കിലും ഒരു റിക്വയർമെൻറ്റ് നമുക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കാതെ വരുന്ന സിറ്റുവേഷനിലായിരിക്കും നമ്മൾക്കതിൽ കറക്ഷൻ ചെയ്യേണ്ടി വരുന്നത്. അപ്പം അതൊരു പ്രോഡക്റ്റ് നമ്മൾ ആ എറർ ഫ്രീ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ആ ഫേമിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ നോർമലി നമ്മളത് ഏത് കസ്റ്റമറാണോ യൂസ് ചെയ്യുന്നത് അവരുടെ സൈറ്റിൽ പോയിട്ട് അത് ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി കൂടുതലാണ്. ആഫ്റ്റർ റിലീസ് ഒരു പ്രോഡക്റ്റിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടാവും. പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മളൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് നമ്മളൊരു മെഷർമെൻറ്റൊക്കെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് കിട്ടി, നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ഇട്ട് കഴിയുമ്പോഴത് നമുക്ക് പാകമല്ല എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആ ടൈലറെ അല്ലെങ്കിൽ ആരാണോ അത് തന്നത് അവരുടെ അടുത്ത് പോയിട്ട് അത് ഇന്ന ഓൾട്രേഷൻസ് വേണമെന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം അങ്ങനെ ഒരു ഓൾട്രേഷൻസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു പെർഫെക്ഷൻ ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പം അത് എത്ര കറക്റ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ചിലപ്പോൾ അതിൽ ബുദ്ധിമുട്ടുകൾ വരാം. നമ്മൾ ഉദ്ദേശിച്ച ഷേപ്പിൽ കിട്ടിയെന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഉദ്ദേശിച്ച ആ ഒരു ഭംഗി ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ പോലെ തന്നെയാണ് ഇവിടെ ഒരു സോഫ്റ്റ്വെയർ പ്രോഡക്റ്റിൻ്റെ കേസിലും. പിന്നെ നമ്മൾ എത്ര നന്നായി ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. അതിൽ അവിടെ ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ടോ എന്ന് നമുക്ക് തോന്നും. നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ് ഒരു ഡ്രസ്സിൻ്റെ കേസിൽ. അതേപോലെ തന്നെയാണ് ഒരു സോഫ്റ്റ്വെയർ പ്രോഡക്റ്റിൻ്റെ കേസിലും വരുന്നത്. അപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് കസ്റ്റമർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് കസ്റ്റമർ ഒരു മിസ്റ്റേക്ക് ഐഡൻറ്റിഫൈ ചെയ്യുമോ അല്ലെങ്കിൽ കസ്റ്റമർ ഇങ്ങനെയല്ലായിരുന്നു വേണ്ടത് എന്നുള്ള രീതിയിൽ നമ്മളോടൊരു റിമാർക്ക് പറയുകയോ ചെയ്യുമ്പോൾ അത് നമ്മളുടെ മെയിൻ്റനൻസ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും എന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ റിലയബിലിറ്റിയെയും ക്വാളിറ്റിയെയും ഒക്കെ അഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പം അത് വരാതിരിക്കാനായിട്ട് ഒരു എഫക്റ്റീവ് ആൻഡ് റിഗറസ് ടെസ്റ്റിംഗ് വേണ്ടി വരും. അപ്പം ഇങ്ങനെയുള്ള ഫെയിലിയേഴ്സ് അവോയ്ഡ് ചെയ്യാനാണ്. അതാണ് ഇവിടെ പോസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഗോളിൽ ഉദ്ദേശിക്കുന്നത്. ഇനി ഇംപ്രൂവ്ഡ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് പ്രോസസ്സ് എന്ന ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്രോഡക്റ്റ് നമുക്ക് പ്രോപ്പറായിട്ട് ടെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ റിലീസിന് ശേഷം ഇങ്ങനെയുള്ള മിസ്റ്റേക്സ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് ഒരു പ്രോഡക്റ്റിൻ്റെ ടെസ്റ്റിംഗ് പ്രോസസ്സിൽ നമ്മൾക്ക് ഈ ഒരു വീഴ്ചകളെല്ലാം ഇൻക്ലൂഡ് ചെയ്തതുകൊണ്ട് ആ നെക്സ്റ്റ് പ്രോഡക്റ്റിൻ്റെ ടെസ്റ്റിംഗ് പ്രോസസ്സ് കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. A testing process of one project may not be successful. Analyzing of bug history and post-implementation result will help to find out the drawbacks of the present testing process so that it can be rectified in future projects. The software testing can improve the testing process of future project. ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത്
വൺസ് നമ്മൾക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇനി അടുത്തൊരു ടെസ്റ്റിംഗ് പ്രോസസ്സ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഈ ഒരു ഇൻഫർമേഷനും കൂടി ഒരു ബേസായിട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾക്കതിനെ നമ്മുടെ അടുത്ത പ്രോഡക്റ്റിൻ്റെ ടെസ്റ്റിംഗ് പ്രോസസ്സിനെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യിക്കാനായിട്ട് സാധിക്കും. ഇത്രയാണ് ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഗോൾസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ടോപ്പിക്ക് ഇന്നത്തെ കൊണ്ട് നിർത്താം. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം.